22ാമത്തെ സെഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, an n-sided polygon radius of the circumcircle is equal to length of the shortest diagonal. ശരിക്കും ഒരു n-sided polygon n×n-3/2 ഡയഗണൽസ് ഉണ്ടായിരിക്കും. അത് പല നീളത്തിലുള്ള ഡയഗണൽസ് ഉണ്ടാവും. അതിൽ ഏറ്റവും നീളം കുറഞ്ഞ കുറച്ച് ഡയഗണൽസ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. ആ ഏറ്റവും ചെറിയ ഡയഗണലിൻ്റെ ഏറ്റവും നീളം കുറഞ്ഞ ഡയഗണലിൻ്റെ നീളം എത്ര? അതിൻ്റെ സർക്കംസർക്കിളിൻ്റെ റേഡിയസിന് ഈക്വലാണ്. അതായത് ഇപ്പം ഇതൊരു സർക്കിളാണ്. ഇതാണ് ഏറ്റവും നീളം കുറഞ്ഞ ഇതെന്ന് കരുതുക. അപ്പോൾ ഇത് കണ്ടോ, ഈ നീളം കുറഞ്ഞ ഈ ഡയഗണലിൻ്റെ ഈ നീളം റേഡിയസിന് ഈക്വലാണ് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് മൂന്നെണ്ണവും ചേർന്നിട്ട്, ഈ 3 വരകളും ചേർന്നിട്ട് ഇവിടെ ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ഫോം ചെയ്യും. അത് 60 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. നമ്മുടെ വിഷയം ഇതിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറ്റൊരു തരത്തിലും കൂടി ചിന്തിക്കണം. അതായത് ഷോർട്ടസ്റ്റ് ഡയഗണൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനൊരു സർക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു പോളിഗൺ ഉണ്ട്. n-sided പോളിഗൺ, സർക്കിൾ അല്ല, n-sided പോളിഗൺ. ഓക്കെ, ഒരു n-sided പോളിഗൺ ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു വെർട്ടെക്സ് A1 എന്ന് എഴുതി, അല്ലെങ്കിൽ 1 എന്ന് ഡിനോട്ട് ചെയ്തു. അടുത്ത വെർട്ടെക്സ് 2 എന്ന് കൊടുത്തു. അടുത്ത വെർട്ടെക്സ് 3 എന്ന് കൊടുത്തു. കോർണർ 3 എന്ന് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജോയിൻ ചെയ്താൽ അതൊരു സൈഡേ കിട്ടുകയുള്ളൂ. പക്ഷെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴാണ് ഡയഗണൽ ആവുന്നത്. അപ്പോൾ 1 നിന്ന് 3 വരക്കുന്ന ഈ ഡയഗണലായിരിക്കും ഏറ്റവും ചെറിയ ഡയഗണൽ. അതുപോലെ 1 ഇടവിട്ടുള്ള കോർണേഴ്സ് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ചെറിയ ഡയഗണൽ. അതെല്ലാം ഈക്വൽ ആയിരിക്കും, കാരണം റെഗുലർ പോളിഗൺ ആയതുകൊണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്റർ, സർക്കംസർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ അതേ ഇവിടെ ഇതാണല്ലോ ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നത്. ഇവിടെ 60 ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ആംഗിള് 30 ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിളിനെ 30 ഡിഗ്രി വീതമുള്ള എത്ര എണ്ണമാക്കി മുറിക്കാൻ പറ്റും? 360/30, 12 എണ്ണമാക്കി മുറിക്കാൻ പറ്റും. അതായത് ഈ പോളിഗന് 12 സൈഡ്സ് ഉണ്ട് എന്ന തീരുമാനത്തിലേക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. 8ാം ക്ലാസ്സിലെ പോളിഗൺസ് എന്ന ചാപ്റ്ററിനായിട്ട് ബന്ധമുള്ളതാണ്. ഇത്തരം ഒരു ചോദ്യം അവിടെ ചർച്ച ചെയ്യണില്ലെങ്കിലും സമാനമായ ഈ കൺസെപ്റ്റ് അവിടെയുണ്ട്. ഒരു ടീച്ചർ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യത്തെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക. ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് എ പാരലോഗ്രാം ഫോം എ റെക്റ്റാങ്കിൾ എന്നാണ് ഇവിടെ ടിക്ക് ചെയ്തിരിക്കുന്നത്. ഒരു പാരലോഗ്രാമിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് എന്തുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു പാരലോഗ്രാമിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് റെക്റ്റാങ്കിൾ ഉണ്ടാക്കുന്നു എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എങ്ങനെ ലോജിക്കലായിട്ട് എത്താം? 10ാം ക്ലാസ്സിൽ സർക്കിൾസ് എന്ന പാഠത്തിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ചേർത്ത് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായാൽ, നടുക്കൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായാൽ, ഇങ്ങനൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായാൽ, സ്ക്വയറിനൊന്നും അത് ഉണ്ടായാൽ ഇഫ് ദ ആംഗിൾ ബൈസെക്ടേഴ്സ് ഫോം എ ക്വാഡ്രിലാറ്ററൽ, ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ചേർന്ന് മറ്റൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായാൽ ദാറ്റ് ഇന്നർ ക്വാഡ്രിലാറ്ററൽ വിൽ ബി സൈക്ലിക്. ഇതൊരു സൈക്ലിക് ആണെന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണത്. ഓക്കെ, ഇവിടെ ഔട്ടർ ക്വാഡ്രിലാറ്ററൽ എന്താണ്? പാരലോഗ്രാം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഔട്ടർ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഇതിൻ്റെ ബൈസെക്ടേഴ്സ് ചേർന്ന് ഉണ്ടാകുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കണ്ടോ, ഈ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ABCD എന്ന് മനസ്സിലാക്കിയാൽ ഇത് എയുടെ പകുതിയും ഇത് ഡിയുടെ പകുതിയുമാണെങ്കിൽ, ഓക്കെ, ഇത് എയുടെ പകുതി ഇത് ഡിയുടെ പകുതി, അപ്പൊ ദിസ് വിൽ ബി 180 മൈനസ് A പ്ലസ് D/2. അത് തന്നെയായിരിക്കും ഇപ്പുറത്തെ ആംഗിള്. ഉണ്ടോ? അതുപോലെ ഇവിടെയും കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കിട്ടും. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടി നോക്കൂ. അപ്പോൾ കിട്ടുന്നത് 360 മൈനസ് A പ്ലസ് B പ്ലസ് C പ്ലസ് D/2 ആയിരിക്കുമല്ലോ. അതായത് ഇത് 180 ആണ്. 360 മൈനസ് 360/2 180, ദാറ്റ് ഈസ് 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു സൈക്ലിക് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊരു സൈക്ലിക് ആണെന്ന് മനസ്സിലാക്കാം. നമുക്കറിയാവുന്ന കാര്യമാണത്. പ്രത്യേകിച്ച് അവിടെ നമ്മൾ വെറുതെ അതിൻ്റെ ഒരു ലോജിക്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആദ്യം എടുത്തിരിക്കുന്ന പാരലോഗ്രാം ആണെങ്കിൽ കണ്ടോ, ഈ ആംഗിളും കൂടി കൂട്ടിയാൽ 90 കിട്ടും. കാരണം എയും ഡിയും കൂടി കൂട്ടിയാൽ 180 ആണ് കോഇൻറ്റീരിയർ ആംഗിൾസ്. പകുതികൾ കൂട്ടിയാൽ 90 കിട്ടും. അപ്പൊ ബാക്കി 90 ആണ് ഇവിടെ. ആ 90 ആണ് ഇപ്പുറത്ത് കാണുന്നത്. അങ്ങനെ നോക്കിയാൽ ഈ 4 ആംഗിൾസും 90 ആണ്. ദിസ് വിൽ ബി എ റെക്ടാംഗിൾ. ഓക്കെ, അതായത് അടുത്ത ചോദ്യം നോക്കാം. മഞ്ജു സ്റ്റാർട്ട്സ് ടു റീഡ് 290 പേജ് ബുക്ക് ഓൺ എ സൺഡേ. സൺഡേ ആണ് വായിക്കാൻ തുടങ്ങിയത് കേട്ടോ. ആ സൺഡേക്ക് ഒരു പ്രാധാന്യമുണ്ട്, അത് വായിക്കുമ്പോൾ മനസ്സിലാവും. She reads 4 pages every day, except on Sundays. Except on Sundays when she reads 25 pages. സൺഡേ മാത്രം 25 പേജ് വായിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ 4 പേജ് വായിക്കും. സൺഡേ ആണ് വായിക്കാൻ തുടങ്ങിയത്. ഈ ലോജിക്കിൽ നിൽക്കുക. സൺഡേ വായിക്കാൻ തുടങ്ങി, അന്ന് 25 പേജ് വായിച്ചിട്ടുണ്ട്. പിന്നെ ശനിയാഴ്ച വരെ ഓരോ ദിവസവും 4 പേജ് വെച്ചാണ് വായിക്കുന്നത്. അപ്പോൾ സാറ്റർഡേ ആവുമ്പോഴേക്കും എത്ര പേജ് വായിച്ച് തീർന്നിട്ടുണ്ടാവും? 25 പ്ലസ് 6 ഇൻറ്റു 4, അതായത് 49 പേജ് വായിച്ച് തീർന്നിട്ടുണ്ടാവും. നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര ദിവസം കൊണ്ടാണ് ഈ ബുക്ക് തീരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ സാറ്റർഡേ ആവുമ്പോഴേക്കും 49 പേജ് വായിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് 5 ആഴ്ച ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ 49 ഇൻറ്റു 5 എന്ന് പറയുന്ന 245 പേജുകൾ വായിച്ചിട്ടുണ്ടാവും. അതൊരു ശനിയാഴ്ച വൈകിട്ടായിരിക്കും. പിറ്റേ ദിവസം ഞായറാഴ്ച 25 കൂടി വായിക്കുമ്പോൾ 270 പേജ് ആയിട്ടുണ്ടാവും. അപ്പം എത്ര ദിവസമായിട്ടുണ്ടാവും? 5 ആഴ്ചയുടെ 35 36 ദിവസം കൊണ്ടാണ് 270 വായിക്കുന്നുവെങ്കിൽ ഇനി ഒരു 20 പേജ് ബാക്കിയുണ്ട്. അതിനൊരു 5 ദിവസം വേണം. അപ്പോൾ 36 5 41 ദിവസം ഉണ്ടെങ്കിൽ ഈ രീതിയിൽ തീരും. ഇതൊരു ലോജിക്കൽ ക്വസ്റ്റ്യൻ മാത്രമാണ്. പ്രത്യേകിച്ചൊരു ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പാഠങ്ങളുമായിട്ടുള്ള ബന്ധമല്ല. ഇതൊരു ലോജിക്കൽ സെൻസിൽ നിന്ന് കൗണ്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഡിവിഷൻ, കൗണ്ടിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ജനറൽ മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. അടുത്ത ചോദ്യം നോക്കാം. ഇഫ് ലോസ് ഈസ് ഹാഫ് ഓഫ് സെല്ലിംഗ് പ്രൈസ്, then loss percentage. Loss is half of selling price. If loss is half of selling price, then the loss percentage. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100% എന്നത് 3 തിരിച്ചാൽ 33 1/3%. അങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ ലോസ് പെർസെൻറ്റേജ് ഈസ് ഹാഫ് ഓഫ് ദ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്താണ്? സെല്ലിംഗ് പ്രൈസിന്റെ പകുതിയാണ് ലോസ് പെർസെൻറ്റേജ് എന്നും
വച്ചാൽ സെല്ലിംഗ് പ്രൈസും ലോസും കൂടി കൂട്ടിയാൽ 100 കിട്ടണമല്ലോ. വിറ്റ വിലയും നഷ്ടവും കൂടി കൂട്ടിയാൽ 100 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നഷ്ടത്തിന്റെ ശതമാനം 33 ആണെന്ന് ഒരു കൊച്ചു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ മനസ്സിലാവും. നഷ്ടം പ്ലസ് സെല്ലിംഗ് പ്രൈസ് അതാണ് ഈ 100% ആവുന്നത്. അപ്പോൾ 33 ഈ ലോസ് പെർസെൻറ്റേജ് ആയി വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ദ റേഷ്യോ ഓഫ് എ 3-digit നമ്പർ ടു ദ സം ഓഫ് ദ ഡിജിറ്റ്സ്. ഒരു 3-digit നമ്പറിന്റെ 3-digit നമ്പറും ആൻഡ് അതിൻ്റെ ഡിജിറ്റുകളുടെ സമ്മും തമ്മിലുള്ള റേഷ്യോ ഏറ്റവും കൂടുതലായിരിക്കുന്നത് എപ്പോഴാണ്? ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ദ റേഷ്യോ ഓഫ് എ 3-digit നമ്പർ ടു ദ സം ഓഫ് ദ ഡിജിറ്റ്. ഇപ്പൊ ABC ഡിജിറ്റ്സ് ആണെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ 100s പ്ലേസ് A, 10s പ്ലേസ് B ആൻഡ് 1s പ്ലേസ് C ആണെങ്കിൽ 100A പ്ലസ് 10B പ്ലസ് C എന്ന് പറയുന്നതാണ് 3-digit നമ്പർ. സം ഓഫ് ദ ഡിജിറ്റ് ഈസ് A പ്ലസ് B പ്ലസ് C ആണ്. ഈ റേഷ്യോ ഏറ്റവും ചെറുതായിരിക്കണമെങ്കിൽ ന്യൂമറേറ്റർ ഏറ്റവും വലുതായിരിക്കണമെങ്കിൽ ന്യൂമറേറ്റർ ഏറ്റവും വലുത്, ന്യൂമറേറ്റർ ലാർജസ്റ്റും ആയിരിക്കണം. ഡിനോമിനേറ്റർ സം A പ്ലസ് B പ്ലസ് C സ്മോളസ്റ്റും ആയിരിക്കണം. അത് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മുകളിൽ 900ഉം താഴത്തെ 9 പ്ലസ് 0 പ്ലസ് 0യും ആയാൽ 900/100 9 ദാറ്റ്സ് 100 എന്ന് കിട്ടും. ഈ 100 ആണ് ഇതിൽ ശരിയായ ഉത്തരം. അതൊന്ന് ലോജിക്കലായിട്ടൊന്ന് നോക്കുക. മറ്റുള്ള ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറവായിട്ടേ വരുന്നുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം. ലിബർ അബാക്കി വാസ് റിട്ടൺ ബൈ, ഒരു പുസ്തകത്തിന്റെ പേരാണെന്ന് നമുക്കറിയാം. അത് ഫിബനാക്കി എന്ന മാത്തമാറ്റീഷ്യൻ്റെ ഒരു പുസ്തകമാണ്. ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. 1240-240കളിലൊക്കെ ജീവിച്ചിരുന്ന ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. ഫിബോനാക്കി സീരീസ് എന്ന സീക്വൻസ് എന്ന് പറയുന്ന വളരെ പോപ്പുലറായ ഒരു നമ്പർ സീക്വൻസിനെ നമുക്കറിയാം. ഈ ഫിബോനാച്ചി സീക്വൻസിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും പരീക്ഷകൾ എഴുതുന്നതിന് നല്ലതാണ്. ഫിബോനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0, 1, 1, 2, 3, 5 ഇങ്ങനെ കൂട്ടി പോകുന്ന ഇത് രണ്ടും കൂടി കൂട്ടി 1 നമുക്കറിയാം, ഇത് രണ്ടും കൂടി കൂട്ടി 2 ഇങ്ങനെ കൂട്ടിപ്പോകുന്ന ഈ സീക്വൻസ് ആണ് ഫിബൊനാച്ചി സീക്വൻസ്. ഇവിടെ ഇതിനൊരു പ്രത്യേകത ഒരിക്കലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ചോദിച്ചിരുന്നതായിട്ട് ഓർക്കുന്നു. ഈ സീക്വൻസിൽ നിന്നൊരു ചോദ്യം പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ട്. കണ്ടു. ഇപ്പോൾ 1, 2, 3, 4, 5, 6 ഇത് 7th ടേമാണ്. ഓക്കെ, 8 അതായത് 7. ഇപ്പം ഇത് 5 ആണ്. ഇത്രയും 5 ടേംസിന്റെ സം എത്രയാണ്? 8 ആണ്. 3, 5, 6, 7 ആണ്. 5 ടേംസിന്റെ സം 7 ആണ്. അത് 5 ടേംസിന്റെ സം ആണ് കേട്ടോ. അത് 7th ടേമിൽ നിന്ന് 1 കുറച്ചതാണ്. അപ്പൊ അടുത്ത ടേം നോക്കാം നമുക്ക്. 13 ആണ് അടുത്ത ടേം. അപ്പോ ഇത്രയും ടേംസിന്റെ സം 1, 2, 3, 4, 5, 6 ടേംസിന്റെ സം എന്ന് പറയുന്നത് 8th ടേമിൽ നിന്ന് 1 കുറച്ചതാണ്. അതായത് n+2th ടേമിൽ നിന്ന് 1 കുറച്ചതായിരിക്കും n ടേംസിന്റെ സം എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ആൾജിബ്രിക് ഭാഷ അതാണ്. n+2th ടേമിൽ നിന്ന്
1 കുറച്ചതായിരിക്കും n ടേംസിൻ്റെ സം. ഫിബൊനാച്ചിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ ചോദ്യവുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രചയിതാവായിട്ട് അറിയപ്പെടുന്നത് ഫിബൊനാച്ചി എന്ന ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. അത്രയുള്ളത്. ഓക്കെ. How many pairs of natural numbers are there such that difference of their squares is 63? 63. Difference of the whose squares. How many pair of natural numbers are there such that difference of whose square is 63? രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് 63 എത്ര തരത്തിൽ എഴുതാം? രണ്ട് നാച്ചുറൽ നമ്പറുകളുടെ സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് 63 എഴുതണം. എത്ര തരത്തിൽ അത് ആ നാച്ചുറൽ നമ്പേഴ്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. 63 എന്ന് പറയുന്നത് 1 × 63 ആകാം. ഓക്കെ. ഇത് 21 × 3 ആകാം. ഇത് എത്ര 9 × 7 ആകാം. അപ്പോൾ രണ്ട് നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നു, a+b. അപ്പോൾ a+b 63, a-b = 1. ഇങ്ങനെ ഓരോന്നും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പേഴ്സ് കിട്ടും. എയും ബിയും ഇൻറ്റിജറായിട്ട് കിട്ടുകയും ചെയ്യും. അത് അങ്ങനെയാണെങ്കിൽ 3 പെയേഴ്സ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത്രയുള്ള ഈ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 2. ഒറ്റ വയറിൽ തന്നെ നമുക്ക് കിട്ടും. അത് കൺസെപ്റ്റ്. ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്വയർ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 2. ഇങ്ങനെ ഒരു സെമി സർക്കിൾ ഉണ്ട്. സെമി സർക്കിളിൽ വരക്കാവുന്ന ഏറ്റവും വലിയ സ്ക്വയറിൻ്റെ ഏരിയയാണ്. അപ്പോൾ ഇവിടെ സെൻറ്റർ ഇവിടെ ആയിരിക്കും. ഇതാണ് 2. നമുക്കറിയാം ഇത് ഈ സൈഡ് എക്സ് ആണെങ്കിൽ ദിസ് വിൽ ബി x/2. ഓക്കെ. സ്ക്വയർ ആണ്. അത് സെൻറ്ററിലാണ്, ഏറ്റവും വലുതാണ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൈതാഗറസ് തിയറം ഉപയോഗിച്ചാൽ x² + x/2 ഹോൾ സ്ക്വയർഡ് = 4, 2². അങ്ങനെയാണെങ്കിൽ 5x²/4 = 4 ആണെന്നും x² 16/5 ആണെന്നും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. x² എന്ന് പറയുന്നത് ആ സ്ക്വയറിൻ്റെ ഏരിയയാണ്. അടുത്തത് 9ാമത്തെ ചോദ്യം. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഏരിയയാണ്. PQRS is a square of side 10. ഓക്കെ. MN is 6. ഈ MN കണ്ടു, ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ കാണുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. 4 ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ചേർന്നിട്ട് 2 സ്ക്വയറുകൾ ഉണ്ടാക്കും. ഓക്കെ. 2 സ്ക്വയറുകൾ ഉണ്ടാക്കും. ഓരോന്നിൻ്റെയും ഡയഗണൽ ഈ പറയുന്ന 6 ആണ്. അപ്പോൾ ഇതൊരെണ്ണത്തിൻ്റെ ഏരിയ 6²/2, d²/2. ദിസ് ഈസ് ഓൾസോ 6²/2. അപ്പോൾ 18 ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ 4 ചേർന്നിട്ട് 36 ഏരിയ. ഇനി അത് കോർണറിൽ കാണുന്ന 4 സ്ക്വയറുകളുണ്ട്. ഒരു സ്ക്വയറിൻ്റെ സൈഡ് എത്രയാണ്? 2 ആണ്. കാരണം വലിയ സ്ക്വയറിൻ്റെ സൈഡ് 10 ആണ്. 6 കഴിഞ്ഞാൽ ബാക്കി 4 ഉണ്ട്. അപ്പോൾ ഓരോ കോർണറിലുള്ള സ്ക്വയറുകളുടെ സൈഡ് 2 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ 4 × 4 16. അപ്പോൾ ഈ 16 കൂടി കൂട്ടിയാൽ 42 കിട്ടും. വലുതിൻ്റെ ഏരിയ 100 ആണല്ലോ. 10 സ്ക്വയർ. 100ൽ നിന്ന് 42 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന 48 ആണ് ആ ഷെയ്ഡഡ് പാർട്ടിൻ്റെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 10ാമത്തെ ചോദ്യം. അത് കുറച്ച് ലോജിക്കൽ തിങ്കിങ് വളരെ ആവശ്യമുള്ള ഒരു ചോദ്യമാണ്. ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷന് കുട്ടികളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്.
അത് ഒരു ഒരു നമുക്ക് കേറ്ററ്റ് എക്സാമിനേഷന് ഇത്തരം ചോദ്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായില്ലായിരിക്കാം. എന്നാൽ പോലും ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലമാണത്. അതായത് ഒരു ഹോട്ടലിൽ ദ റൂം നമ്പേഴ്സ് ഓഫ് എ ഹോട്ടൽ ആർ 3 ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിരിക്കും ഹോട്ടലിൻ്റെ റൂം നമ്പർ സാധാരണഗതിയിൽ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് ഫ്ലോറിൻ്റെ നമ്പറും ലാസ്റ്റ് 2 ഡിജിറ്റ് റൂമിൻ്റെ നമ്പറും ആയിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് ഫ്ലോറിൻ്റെ നമ്പറും. ഇപ്പോൾ 112 എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഫ്ലോറിൽ 12ാമത്തെ റൂം എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഫ്ലോർ നമ്പേഴ്സ് 1 2 3 4 5 5 ഉണ്ട്. ഫ്ലോർ നമ്പേഴ്സ് 5 ഫ്ലോറുകളാണുള്ളത്. 1 2 3 4 5. ഓക്കെ. ഇറ്റ് വാസ് 35 റൂംസ് ഇൻ എ ഫ്ലോർ. ഒരു ഫ്ലോറിൽ 35 റൂംസ് ഉണ്ട്. ഓക്കെ. ഒരു റൂമിന്റെ നമ്പർ ഇപ്പോൾ N01 മുതൽ N35 വരെയാകാം. എന്നിന് എന്താണ് 1 കൊടുത്താൽ 101ാമത്തെ ഫസ്റ്റ് ഫ്ലോറിലെ അല്ല 1 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ഫ്ലോറിലെ 1ാമത്തെ റൂം. അങ്ങനെ 1 എന്ന് നമ്പർ ഇട്ടിരിക്കുന്ന ഫ്ലോറിലെ 35ാമത്തെ റൂം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷനിൽ 2 എത്ര പ്രാവശ്യം വരും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 105 ആണത്. ഈ 105ലേക്ക് എങ്ങനെ എത്തും എന്ന് കരുതിയാൽ നമുക്ക് സെക്കൻഡ് ഫ്ലോർ അങ്ങ് മാറ്റി നിർത്തൂ. അവിടെ ധാരാളം 2കളുണ്ട്. സെക്കൻഡ് ഫ്ലോർ ഒഴിച്ച് ബാക്കിയുള്ള ഫ്ലോറിലെല്ലാം എത്ര 2കളുണ്ട്? ദേ സെക്കൻഡ് ഫ്ലോറിൽ ഒഴിച്ച് ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ 02 12 കണ്ടോ 20 21 22 23 24 25 26 27 28 29 32. പക്ഷെ 22ൽ 2 2കളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 14 പ്രാവശ്യം 2കൾ വരും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 ടൈംസ് 2കൾ വരും രണ്ടാമത്തെ റൂമിൽ ഒഴിച്ച്. പക്ഷെ രണ്ടാമത്തെ റൂമിലാകുമ്പോൾ ഒരു 35 എണ്ണം വേറെയും വരും. ഓക്കെ. അവിടെയും ഈ 14 എണ്ണം ഉണ്ടാകും എന്നുള്ളത് ശരി. ഓക്കെ. ഈ 14 എണ്ണം സെക്കൻഡ് ഫ്ലോറിലും ഉണ്ടാവും. അപ്പൊ യഥാർത്ഥത്തിൽ എത്ര 2കൾ ഉണ്ടാവും? എല്ലാ ഫ്ലോറിലും 5 × 14 പ്രാവശ്യം 2കൾ ഉണ്ടാവും. സെക്കൻഡ് ഫ്ലോർ ഉൾപ്പെടെ എല്ലാത്തിലും. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ മാത്രം ഒരു 35 2കൾ ഫ്ലോർ നമ്പർ ആയിട്ടുണ്ടാവും. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 105 2s ഉണ്ടാവും. ലോജിക്കൽ തിങ്കിങ്ങിന്റെ ലെവലിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണിത്. ഇത് കേറ്ററ്റ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് പല കാര്യങ്ങളിലും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലോജിക്കൽ തിങ്കിങ്ങിന്റെ ലെവലിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ പേപ്പറുകളിൽ ഇടുന്നത്. ഒരു ടീച്ചർ ലെവലിലെ പരീക്ഷ എഴുതുമ്പോൾ ഇത് നമുക്ക് എഴുതാൻ വേണ്ടി മാത്രമല്ല, ഇത് ഭാവിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്കുള്ള ചില ചോദ്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.